ഹായ് ഹലോ, ഞാൻ സമീറ. ഞാൻ ഇവിടെ സൗദിയിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ ഇന്നിവിടെ ഈദാണ്. അപ്പോൾ പ്രവാസികളുടെ ഈദ് എങ്ങനെയുണ്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും എനിക്ക് എങ്ങനെയാണ് ഇതൊന്ന് ചെയ്യണ്ടേ എന്നുള്ള ഐഡിയ ഇല്ല. എന്നാലും കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരെ ഞാൻ ടെറസിലേക്ക് പോയതാണ്. പള്ളിയിൽ പോയ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ ഓർത്തില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ ചിന്തിക്കണത്. അപ്പോൾ പള്ളിയിൽ പോയി. അപ്പോൾ അതിന് പുറകെ ഞാൻ ടെറസിൽ പോയി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പ്രാവുകൾക്ക്. അവിടെ കുറേ പ്രാവുകൾ വരും. ചൂടായതുകൊണ്ട് നമുക്കും അതിന് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതേ കിച്ചണിൽ കയറി സവാളയൊക്കെ അരിയാറുന്നു ബിരിയാണിക്കുള്ളത്. ഇന്ന് ബിരിയാണി വെക്കാന്നുള്ള പരിപാടിയിൽ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രെഡും ബീഫും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സവാള വഴറ്റാനുള്ള പരിപാടിയിലായിരുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നേരെ സവാള വഴറ്റി ഇപ്പുറത്തേക്ക് ഞാൻ ചിക്കനും പൊരിക്കാനിട്ട്. കാരണം എനിക്കെല്ലാം ഒരുമിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ടൈം കുറേ വേസ്റ്റാവും. ചൂടായതുകൊണ്ടും കിച്ചണിൽ നിൽക്കാൻ അധികം പറ്റൂല. വേഗം ചെയ്തില്ലെങ്കിൽ ഇടങ്ങേറായിപ്പോവും. അങ്ങനെ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്യണ കണ്ട് വേഗം പുള്ളി എണീറ്റ് വന്ന്, ഉറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേഗം എണീറ്റ് വന്ന് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ തന്ന്. സാലഡിനും ബിരിയാണിക്കും വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നു പുള്ളി. അതേ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാണ് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ പുള്ളി. പിന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞങ്ങൾ മൂടിയൊക്കെ വെച്ചത് ദമ്മിട്ട്. അത് ഒരു 20 മിനിറ്റാണ് ഇരിക്കണോണ്ട് ഞങ്ങളിത് സാലഡ് ഉണ്ടാക്കിയ വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് വെറുതെ കിടന്ന് ഇളക്കണത് കാണിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ച്. രാവിലെ എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ കുളിക്കാൻ നിന്നില്ല. അപ്പോൾ വേഗം കുളി കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കാൻ പോയി. മറ്റേ ഗ്രീൻ കളറ് തേങ്ങാ ചട്നി ഇല്ലേ, അതുണ്ടാക്കി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കി നേരെ ചോറെടുത്ത്. കാരണം വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം ബിരിയാണി വയ്ക്കാന്നുള്ള പരിപാടിയിൽ ഞങ്ങളിത് താഴെ സുപ്രയൊക്കെ വിരിച്ച്, താഴെയുണ്ട് നമ്മളിരിക്കാറ്, സുപ്രയൊക്കെ വിരിച്ച് ബിരിയാണി വെച്ച് സാലഡും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് നമ്മളത് കഴിക്കാനുള്ള ഇതിൽ TV ഒക്കെ വെച്ചു. കാരണം നമുക്ക് TV കാണാണ്ട് ഫുഡ് ഇറങ്ങൂലല്ലോ. അപ്പോൾ സുലേഖ മനസ്സിലുണ്ടോണ്ട് അതന്നെ വെച്ച് അതിരുന്ന് കാണുക. പിന്നെ കഴിച്ച് അത് കഴിയണവരവിടെ ഇരുന്നിട്ടോ. സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. പിന്നെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ബിരിയാണി ആയതുകൊണ്ട് കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ. കഴുകണേൻ്റെ ഇടയിൽ അല്ലു ഒന്ന് പറഞ്ഞു കേട്ടോ, നമുക്കിന്ന് പുറത്ത് പോവാം, അല്ലുവിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് ഞാൻ റെഡി ആവാൻ പോയി. അങ്ങനെ റെഡിയായി ഞങ്ങളിതേ പോവാൻ ഇറങ്ങി കേട്ടോ. കാറിൽ കയറി. അങ്ങനെ ഇതാണ് അല്ലുവിൻ്റെ ഫ്രണ്ടാണ്, പേര് നൗഫൽ. അപ്പോൾ പുള്ളി വന്ന് ഞങ്ങളിതേ ഒരു മോളിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയിരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ ഒരു മോളിലേക്ക് പോവാം. ഒരു ലക്ഷറി മാളാണ്. ഇവിടെ റിയാദിൽ കുറേ മാളുകളുണ്ട്. ഇതിപ്പോൾ പുതിയ ഒരു മോള് വന്നേക്കണതാണ്. കുറച്ചായി, നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അന്ന് അവിടെ തന്നെ പോകാമെന്നുള്ള പരിപാടിയിൽ ഞങ്ങളിത് അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ ഭയങ്കര ബ്രാൻഡ് സാധനങ്ങളും ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള എല്ലാ ഇതുണ്ട് അവിടെ. അപ്പോൾ അവിടെ എല്ലാം ചുറ്റിക്കറിയും കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒരു 7:30 വരെയൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, കുറേ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി. അവിടേക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അവിടുത്തെ ഒരു വെറൈറ്റി മോള് തന്നെ ഉണ്ടോ. ഇവിടെ കുറേ മോളുകളുണ്ടെങ്കിലും ഒരു വെറൈറ്റി മോളാണ് സോൾട്ടയർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പേര് സോൾട്ടയർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നൗഫൽ ജുബൈലിലാണ്. അപ്പോൾ ഈദ് പ്രമാണിച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പുള്ളി. കാരണം പുള്ളി വരുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ളൊരു ഇത് വരാറുള്ളൂ. പുള്ളി ഭയങ്കര വൈബാണ്.
അപ്പോൾ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഞങ്ങൾ കുറച്ച് 3 മിററൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെയൊക്കെ എടുക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് പോരാൻ ഉള്ള പരിപാടിയിലായിരുന്നേ. അപ്പോൾ ആ മോളിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ ആണിത്. അവിടെ ഈദ് മുബാറക് എന്നും അതിൻ്റെ മോളിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കണ്ടായി. അപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണ്. വെറുതെ ഒരു നല്ല ഭംഗി കണ്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച്, ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. അവിടെ ഒരു ട്രിപ്പിന് പോയതാണ് ഞങ്ങൾ, ലേഡീസ് ട്രിപ്പ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ആളാണിത്. പുള്ളിക്കാരി ഡോക്ടറാണേ. പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, കാരണം കൊച്ചുള്ളതുകൊണ്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളത് KFDയിലേക്ക് പോവാണ്. ഇവിടെ രാത്രിയാണല്ലോ വൈബ്. അപ്പോൾ അത് കാരണം ഇത് മെട്രോ കയറിയാണ് പോണത്. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാനാണ് പോണത് മെയിൻ. പിന്നെ ഞങ്ങളവിടെ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് മെട്രോ കയറുന്ന വീഡിയോ അല്ലോ എൻ്റെ എടുക്കണതാണ്. അപ്പോൾ മെട്രോ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ആമി ആ ഒരു ഇത് കണ്ടപ്പോൾ അവിടെ കിടന്ന് കറങ്ങി പറഞ്ഞ്. പിന്നെ പുറത്തേക്ക് നല്ല വ്യൂ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. വേറൊന്നുമില്ല, ഇത്രയും തന്നെ ഉള്ളൂ നമ്മുടെ ഒരു ഇതിൻ്റെ വ്ളോഗ്. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഓക്കെ.